ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലെ കേരളം എന്ന് പറയുന്ന അബ്ബാസിയയിലാണ്. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ കുവൈത്തിൽ ടാക്സിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് ഇപ്പോ നിങ്ങളുടെ ടാക്സിക്കാരുടെ പ്രശ്നങ്ങൾ? ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ തന്നെ അബ്ബാസിയയിൽ എവിടെയും പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു വണ്ടിക്കാരെ പരിധിയാ കിട്ടാറില്ല. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത്? ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഒരു ടാക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപജീവനമാർഗമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ ടാക്സികൾ അതിപ്രസരമുണ്ട്, കണ്ടമാനം ടാക്സികൾ ഇറങ്ങുന്നുണ്ട്. അത് കാരണം ഓട്ടങ്ങൾ വളരെ കുറവ്. അതിന്റെ കൂട്ടത്തിൽ പാരലായിട്ട് നമുക്ക് ഇവിടെ പ്രൈവറ്റ് സർവീസുകൾ ഇഷ്ടം പോലുണ്ട്. അതിന് കുറച്ച് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര മണിക്കാണ് ഇറങ്ങിയത്? രാവിലെ ഒരു 5 മണിയോടുകൂടി ഇറങ്ങും. രാവിലെ 5 മണി ഇറങ്ങി. ഈ സമയം വരെ നിങ്ങൾ എത്ര പൈസന്റെ ഓടി? നമ്മൾ 5 മണിയോടുകൂടി ഇറങ്ങിയാലും നമുക്കൊരു 8 മണിയോടുകൂടിയൊക്കെ ഓട്ടോ ഒക്കെ കിട്ടത്തുള്ളൂ. കറങ്ങുക എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. ഒരു 15 വട്ടം 20 വട്ടമൊക്കെ കറങ്ങുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ കൈ കാണിക്കുന്നത്. അതിനകത്ത് തീരെ റേറ്റ് കുറവായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം മോശമായതുകൊണ്ട് ഏത് റേറ്റിലായാലും നമ്മൾ എടുത്തങ്ങ് പോകാന്നുള്ളത്. കുടുംബം പോറ്റാൻ ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇന്ന് എത്ര പൈസന്റെ ഓടി നിങ്ങൾ? ഇപ്പൊ കണക്ക് പറയുവാണെങ്കിൽ ഏകദേശം 8 ദിനാർ. അതിനകത്ത് വണ്ടിയുടെ അടവ് എന്ന് പറഞ്ഞാൽ 8 ദിനാർ വരും, എണ്ണ പൈസ 3 ദിനാർ. ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീക്കുവാക്കി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കടവല്ലാതെ മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങളുടെ പല കമ്പനികളിൽ നിന്നും വണ്ടികൾ തിരിച്ചു കൊണ്ടുവന്ന് ഇടേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ പേര് ബിജു. ടാക്സിയിൽ 15 വർഷമായി. 15 വർഷമായി. ആദ്യ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യകാലത്തൊക്കെ ഉച്ചയാകുമ്പോഴത്തേനും ഒരു 15-20 നമുക്ക് ഓടാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാൽ ഈ സമയം വരെ 8 ദിനാർ 9 ദിനാർ മാത്രമേ ഓടാൻ പറ്റത്തുള്ളൂ. സാഹചര്യം വളരെ മോശമാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിനനുസരിച്ച് ചിലവും കാര്യങ്ങളൊന്നും നടന്നു പോകുന്നില്ല. കമ്പനിയിലെ ഓടിയാലും ഓടിയില്ലേലും നമ്മൾ പേയ്മെന്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വണ്ടി കൊണ്ടിടാൻ പറയും. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരുപാട് ആൾക്കാരുടെ വണ്ടി കമ്പനിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പേയ്മെന്റ് കറക്റ്റ് ആഴ്ചയിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ ഓടിയാലും നമ്മൾ വണ്ടി കൊണ്ടിടാൻ പറയുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടുത്ത സൊല്യൂഷൻ അവർ കാണും. നമ്മൾ അവിടെ രാവിലെ മുതൽ കിടന്ന് ഈ സമയം വരെയും കിടന്ന് ഓടിയിട്ട് 8 ദിനാർ വരെ ഓടി ഇതാണ്. അതുകൊണ്ട് നമുക്കിത് തുടർന്ന് മുമ്പോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ പ്രൈവറ്റ് വണ്ടികൾ കിടന്ന് ഓടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓട്ടങ്ങൾ കുറവാണ്. പിന്നെ ഇപ്പോൾ റേറ്റ് പഴയതൊക്കെയുള്ള റേറ്റുകളും ഇല്ല, ഓട്ടോ ഇല്ല നിലവിൽ. വെളിയിൽ അത്രയും പ്രശ്നങ്ങളായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ടാക്സിക്കാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ. അപ്പൊ സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് ഇപ്പൊ കുവൈത്തില് ഈ അബ്ബാസിയിൽ മാത്രമല്ല, കുവൈത്തിന്റെ ഇപ്പോ സാൽമിയ ആയെങ്കിലും മഹബൂല, ഫാഹേല്, ജഹറ, എവിടെയായെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും. മുമ്പത്തെ കാലത്തൊക്കെ അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു. അന്നും ഇവിടെ പ്രൈവറ്റ് വണ്ടികൾ സമാന്തരമായി ടാക്സി സർവീസ് ഒക്കെ ചെയ്യുന്നില്ല. ആർക്കും വലിയ പരാതിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാവർക്കും ഓട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ ടാക്സിക്കാർക്ക് 8 ദിനാർ 9 ദിനാർ ഇങ്ങനെയൊക്കെ ഇവർക്ക് കമ്പനിയിൽ പേയ്മെന്റ് കൊടുക്കണം. പ്രൈവറ്റ് വണ്ടിക്കാർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. മലയാളി സമൂഹത്തിനോട് ഈ സിറ്റുവേഷനിൽ ഞങ്ങളെ ടാക്സിക്കാരെ മലയാളികളെ ചേർത്ത് പിടിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, ഇപ്പൊ കുവൈത്തിലെ മിനിസ്ട്രിന്റെ ബോർഡൊക്കെ വെച്ച് ഒരുപാട് വണ്ടികളുണ്ട്, മിനിസ്ട്രിന്റെ ഓട്ടങ്ങളൊക്കെ ഓടുന്നത്. അതിൽ ഡ്രൈവർമാരുണ്ട്. ഇവരൊക്കെ പല സ്ഥലത്തുനിന്ന് പോയിട്ട് ഒറിജിനൽ ടാക്സി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ, ഇത് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ വളരെ ദയനീയമാണ്. മലയാളി സമൂഹത്തിനോട് എന്താണ് ടാക്സി മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ വരെ എനിക്ക് പറയാനുള്ളത്, മലയാളി ടാക്സി ഇഷ്ടം പോലെ ഈ കുവൈറ്റിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായാൽ ആദ്യമേ നിങ്ങൾ ബന്ധപ്പെടുന്നത് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ചത് ഒരു മലയാളിയുടെ നമ്പറിലായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്ന പോലെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളും കനുവുണ്ടാവണം. കാരണം കുടുംബം പോറ്റേണ്ട ഇതുകൊണ്ടാണ്, വേറെ വരുമാനങ്ങളൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയായിട്ട് വരുന്നത്. കഴിവതും നിങ്ങൾ ലീഗൽ ടാക്സി തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കുക. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മലയാളികൾ ഇപ്പൊ നാട്ടിൽ എന്ത് പ്രശ്നം വന്ന സമയത്തൊക്കെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് പിടിക്കാറുണ്ട്. അതുപോലെ ഈ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇവർക്ക് ഓഫീസിൽ പൈസ അടച്ചില്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും. വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അവർ കൊണ്ടുപോയി പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ അവർ കേസ് വിടും, കാര്യങ്ങളൊക്കെ പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലേക്കൊന്നും എത്തിക്കാതെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കൂടുതൽ അങ്ങനെ വരാതിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കുക, അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ സോനു, എല്ലാം ശരിയാവും, ടെൻഷൻ അടിക്കണ്ട. മലയാളികളല്ലേ, അവർ ചേർത്ത് പിടിക്കും തീർച്ചയായിട്ടും.